120 years old 120 years old tea factory. പിന്നെ നാലാമത്തെ തരം ചായയായിരുന്നു സാധാരണ കട്ടൻ ചായ. നമുക്കറിയാവുന്ന സാധാരണ ബ്ലാക്ക് ടീ ആണത്. ഇതുണ്ട്, ബ്ലാക്ക് ടീ ആണ്. ഇത് ഏലക്ക ചായ അല്ലേ? ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം ഏലക്ക ചായ എങ്ങനെയാണെന്നുള്ള കാര്യം. ഏലക്ക ചായ കുഴപ്പമില്ല, നല്ല ചായയാണ് ഏലക്ക ചായ. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ നീൽഗിരീസ് ട്രിപ്പിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ഡോൾഫിൻസ് നോസ് എന്നുള്ള കുന്നൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലാൻഡ്മാർക്ക് വ്യൂ പോയിൻ്റ് കണ്ടതിന് ശേഷം നമ്മൾ അവിടെ നിന്നും ഒരു അതിഗംഭീരമായിട്ടുള്ള ഒരു കാഴ്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ചയാണ് ബെഞ്ച് മാർക്ക് ടീ ഫാക്ടറി എന്ന് പറയുന്ന ടീ ഫാക്ടറി. ഒരു ടിപ്പിക്കലായിട്ട് ടീ ഫാക്ടറിയാണ്. ഓൺ ദ വേ നമുക്ക് ഇങ്ങനെ ചില കാഴ്ചകൾ കൂടെ കണ്ട സമയത്ത് ഇതൊന്നും പകർത്താതെ പോകാൻ എന്നെക്കൊണ്ട് സാധിച്ചില്ല. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഈ ദൃശ്യങ്ങൾ കൂടെ ഒന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഓട്ടോക്കാരൻ ചേട്ടൻ. അദ്ദേഹം നമ്മളെ സേഫായി ഡ്രൈവ് ചെയ്തിട്ട് നമ്മൾ കുന്നൂർ ട്രിപ്പ് നമ്മൾ ചെയ്തിരുന്ന ഓട്ടോയിലാണ്. കഴിഞ്ഞ എപ്പിസോഡ്സിൽ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മളതിനെ ബെഞ്ച് മാർക്ക് ടീ ഫാക്ടറിയുടെ പ്രിമൈസസിലോട്ട് ഏതാണ്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബ്രിട്ടീഷ് കാലഘട്ടത്തിലുള്ള ഒരു ടീ ഫാക്ടറിയാണ്. നമുക്ക് നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. അപ്പോൾ ഞങ്ങളെല്ലാം കൂടി ചേർന്ന്, ഞാനും നിഷയും ശേഖൂട്ടും കൂടി ചേർന്ന് ബെഞ്ച് മാർക്ക് ടീ ഫാക്ടറിയിൽ എത്തി. ഒരുപാട് സിനിമകൾക്ക് അതിമനോഹരമായിട്ട് ലൊക്കേഷൻ ഒരുക്കിയിട്ടുള്ള ഒരു ടീ ഫാക്ടറിയാണത്. നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളിലോട്ട് നമുക്ക് കടന്നു ചെല്ലാം. നമ്മൾ ബെഞ്ച് മാർക്ക് ടീ ഫാക്ടറിയിൽ വന്നിട്ട് നമ്മൾ 3 ടിക്കറ്റ് എടുത്തു. 3 ടിക്കറ്റിന് ഒരു പെർ ടിക്കറ്റ് 30 രൂപ പറയുന്നത്. അങ്ങനെ നമ്മൾ 3 ടിക്കറ്റ് എടുത്തു. 90 രൂപയ്ക്ക് 3 ടിക്കറ്റ് എടുത്തു. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് പോവാം. ബെഞ്ച് മാർക്ക് എന്നുള്ളതാണ്. ഇപ്പോൾ 3 സ്ട്രാപ്പ് നമുക്ക് തന്നു. അത് കയ്യിൽ കെട്ടേണ്ടി വരുമായിരിക്കും. ഈ 3 സ്ട്രാപ്പ് 3 പേർക്കും കയ്യിൽ കെട്ടേണ്ടി വരുമായിരിക്കും. ഓക്കെ, കയ്യിൽ കെട്ടാം നമുക്ക്. ബെഞ്ച് മാർക്ക് ടീ ഫാക്ടറിയുടെ ഒരു ഔട്ട്ലുക്ക് ഇങ്ങനെ ഉണ്ടാവും. ഒരു മെറ്റൽ ആണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ എന്ന് തോന്നുന്നു അല്ലേ? മെറ്റലാണ് കൺസ്ട്രക്ഷൻ. പിന്നെ ആക്ഷൻ പറയണോ? ഓക്കെ, അപ്പോൾ നമ്മൾ ബെഞ്ച് മാർക്ക് ടീ ഫാക്ടറിയുടെ അകത്തേക്ക് എൻട്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എவ்வளவு വർഷം ആവും ഇതിന്റെ? 120 വർഷം. 120 years old 120 years old tea factory. நான் உங்களுக்கு எக்ஸ்பிளைன் பண்றேன். ஃபேக்டரியோட பேர் வந்து பெஞ்ச் மார்க் டீ ஃபேக்டரி. இதை ஸ்டார்ட் பண்ணி பார்த்தீங்கன்னா 120 வருஷத்துக்கு மேலே ஆயிடுச்சு. நீங்கள் இங்கே பார்க்க போகிற ப்ராசஸிங் வந்து ஆர்த்தாடாக்ஸ்னு பாருங்கள். வீட்டில் நம்ம குடிக்கக்கூடிய நார்மலான டீ தான். ஸோ டீ லீஃபில் வந்து என்றைக்குமே 3 டைப்ஸ் ஆஃப் டீ லீவ்ஸ் இருக்குது. பிளான்ட் வந்து ஒன்று தான். ஒரே பிளான்ட்லேருந்து தான் பறிக்க போகிறோம். பறிக்கிற விதமும் பண்ணுற ப்ராசஸிங்கும் கொஞ்சம் டிஃப்ரெண்ட் ஆகிட்டு பார்க்க போகிறோம். ஃபஸ்ட் ஸ்டேஜ் வந்து ஒயிட் டீன்றது இந்த மேலமுத்து குமிழ் மாத்திரம். இதுக்கு வந்து சன்லைட் மாத்திரம் தான் ப்ராசஸிங்கு. இதோட பெனிஃபிட்ஸ் வந்து பார்த்தீங்கன்னா preventional cancer, BP, sugar, cholesterol, vitamin problem, kidney stone, heart pumping, vitamin problem, then blood circulations பூரா கரெக்டாக கொடுத்துரும். இதுதான் ஒயிட் டீ. ஸோ நோ டேஸ்ட் நோ கலர், பிட்டர் டேஸ்ட் பிட்டர் கலர், தென் பெனிஃபிட்ஸ் பார்த்தீங்கன்னா ரொம்ப நிறையா இருக்குது. செகண்ட் வந்து க்ரீன் டீன்றது என்னென்னா ஸ்டீமிங் பண்ணி ஹாட் வாட்டரில் ஸ்டீமிங் பண்ணி அதுக்கப்புறம் க்ரஷ் பண்ணி எடுக்கிற ப்ராசஸிங் பேர் தான் க்ரீன் டீ. ஸோ க்ரீன் டீ நம்ம தொடர்ந்து யூஸ் பண்ணிட்டு வந்தோம்னா வெயிட் லாஸ்க்கு ரொம்ப நல்லது. இதுதான் க்ரீன் டீயோட பெனிஃபிட்ஸ். மார்க்கெட்ல எல்லாம் கிடைக்கிற க்ரீன் டீ இந்த மாதிரி தான். ஆமா, 48ல நம்ம ஸ்டீம் பண்ணி அதுக்கப்புறம் க்ரஷ் பண்ணுறது தான். தேர்ட் வந்து தான் ட்ரெடிஷ்னல் லீஃப் டீ. லாஸ்ட் வந்து சிடிசின்றது கட் பண்ணி அதுக்கப்புறம் க்ரஷ் பண்ணக்கூடிய டீ. சிடிசி தான் அந்த மார்க்கெட்ல எல்லாம் இருக்குல்ல, அந்த ரவுண்ட் ஷேப் டஸ்ட் டீ. ஆமா, அது வந்து சிடிசி. இப்போ வந்து நம்ம லீஃப் டீக்கு ப்ராசஸிங் பார்க்க போகிறோம். ஸோ கார்டனில் வந்து ஃபஸ்ட் ஸ்டேஜ் பறிக்க போகிறோம். பறித்து வாஷ் பண்ணி அதுக்கப்புறம் இந்த இடத்துல போட்டு டாலர்ந்து ஒரு ஃபேன் வரும். ஒரு ஃபேன் கீழே இருந்து ஒரு ஃபேன் வர்றது மூலியமா அந்த டீ லீஃப்ல இருக்கக்கூடிய மாய்ஸ்சர் எல்லாம் நல்லா எடுத்துட்டு இது வந்து நல்லா ரப்பர் மாதிரி இருக்கும். ஸோ இந்த ஸ்டேஜோட பேர் வந்து விதரிங். ஆர்த்தடாக்ஸ் இருக்கு. ஃபர்ஸ்ட் வந்து விதரிங் பண்ணிக்கிறோம். செகண்ட் வந்து ரோலர் அப்படின்னு இந்த மாதிரி பாக்ஸ் இதெல்லாம் எடுத்து இந்த பாக்ஸை நம்ம ஓப்பன் பண்ணி இந்த ஒரு ஷிஃப்டர் இருக்கும். ஸோ இந்த ஷிஃப்டர் மூலமா கீழே கிளம்பும்போது
250 kgs வந்து 40 minutes நல்லா க்ரஷ் பண்ணி எடுத்துற போது. இது பேர் வந்து ரோலர். பார்த்து ஓகேவா? நம்ம தேர்ட் ஸ்டேஜ் கீழே போய் பார்க்கலாம். கொஞ்சம் അപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുള്ള വിതറിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഈ ഫാൻ ഓൺ ചെയ്തിട്ട് ഇവിടെ ഫാൻ ഓൺ ചെയ്തിട്ട് കോൾഡ് എയർ ഇങ്ങനെ വന്നു, അതിനെ പ്രോസസ്സിങ് ചെയ്തിട്ട് നമ്മൾ ആ താഴെ കണ്ട റാക്കിലേക്ക് പ്രവേശിപ്പിച്ചില്ലേ, അതാണ് ഈ ഫസ്റ്റ് സ്റ്റേജ് ഇൻ ടീം മാനുഫാക്ചറേഴ്സ് വിതറിങ്. ദ ടീ ലീഫ് വിച്ച് അറൈവ്സ് ഫ്രം ദ എസ്റ്റേറ്റ് ഈസ് സ്പ്രെഡ് ഓൺ ദ വിതറിങ് troughs and a mixture of hot and cold air is passed through them so that some amount of moisture is removed from the leaf. The withering process takes 10 to 12 hours. ഇതാണ് നേരത്തെ ചേച്ചി പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം. നമുക്കിനി അടുത്ത സ്റ്റേജ് കാണാൻ വേണ്ടി താഴേക്ക് പോവാം. നമ്മൾ പോസ് ചെയ്ത് ഇതെല്ലാം വായിക്കാം. ടീ ഇൻ ഇന്ത്യ, ദെൻ ഹിസ്റ്ററി ഓഫ് ടീ ഇൻ മീൽ. ഓക്കെ, ഇത് വായിക്കാം. ഓക്കെ, നമുക്കിനി താഴേക്ക് പോവാം. நம்ம மேல இருந்து பார்த்தோம்ல, அந்த டீ லீஃப் வந்து 40 minutes இந்த இடத்துல க்ரஷ் பண்ண போது. இதோட பேர் வந்து ரோலர். 250 kg 40 minutes க்ரஷ் பண்ணி எடுக்கும். க்ரஷ் பண்ணி எடுத்ததுக்கு அப்புறம் அங்க ஃபில்டர் போய் ஃபில்டர்ல இருந்து நம்மளுக்கு ரோஸ்ட் எடுக்கும். Now see the roasting. Roasted na dryer 95 to 100 degree Celsius ஒரு சாதாரண விறகு அடுப்பு தான். நம்ம க்ரஷ் பண்ணி ஃபில்டர் பண்ணி கழிஞ்சதுக்கு அப்புறம் இதுல போடும்போது within 20 minutesல டீ ரோஸ்டட் ஆகி வெளியில வரும். வெளியில வர ஸ்டேஜ்ல அந்த நாரி காம்பெல்லாம் தனியா பிரிச்சு வந்துடும். இது வந்து வளம் ஃபர்டிலைசருக்காக. இந்த ஸ்டேஜோட நேம் ப்ரூவிங் ட்ரையர். சோ இது நம்மளோட கிரேடிங் நம்மளோட குவாலிட்டி ஒரே குவாலிட்டி வந்து 4 சைஸஸ் ஆஃப் பிளாக் டீஸ் வரும். சைஸ் மாத்திரம் டிஃபரன்ஸ். இது வந்து பேஸ் ஸ்டேஜ் வளம். இது லீஃப் டீ கட்ட நீருக்கு மாத்திரம் ചായ പൊടി യൂസ് ചെയ്യുന്നു. ഇത് പാൽ ചേർത്ത് കുടിക്കുന്ന ചായ പൊടി. ഇത് കമ്പനീന്റെ സ്പൈസസ് ആണ്. മസാല, ഏലക്ക, ഇലച്ചി, ജിഞ്ചർ. ടീ പ്രോസസ്സിംഗ് കഴിഞ്ഞ് ടീ ടേസ്റ്റിംഗ് അവിടെ ടീ ഔട്ട്ലെറ്റ്. ഇത് ടീ ടേസ്റ്റിംഗ് കൗണ്ടറാണ്. നമുക്ക് ടീ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആ ശ്രീകാന്തോടെ സിനിമ, ശ്രീകാന്ത് ആൻഡ് ലക്ഷ്മി റായ് ഒരു സിനിമ വന്നിട്ടുണ്ടോ? അപ്പൊ നമ്മൾ ടീ ടേസ്റ്റിംഗ് ഫേസിലേക്ക് എത്തിയിരിക്കുകയാണ്. മലയാളം. ഇത് ഏലക്ക ചായ അല്ലേ? ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം ഏലക്ക ചായ എങ്ങനെയാണെന്നുള്ള കാര്യം. ഏലക്ക ചായ കുഴപ്പമില്ല, നല്ല ചായയാണ്. ഏലക്ക ചായ കുഴപ്പമില്ല. ഈ മസാല ടീയിൽ എന്തൊക്കെ ഉണ്ടെന്നാ പറഞ്ഞു? പട്ട, ഗ്രാമ്പു, ചുക്ക്, ഏലക്ക, കുരുമുളക്, ജാതിക്ക, എല്ലാ സ്പൈസസും കൂടി ചേർന്നാണ് മസാല ടീ. കോൾഡ് കഫിനൊക്കെ നല്ലതാണ്, ജലദോഷത്തിനൊക്കെ നല്ലതാണല്ലേ? അപ്പൊ ഇത് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. ആ, ഒരു ചെറിയൊരു കഷായം മിക്സ് ചെയ്ത് ഫീലിംഗ്. അതെ, എല്ലാ സ്പൈസസും മിക്സഡ് സ്പൈസസ് ആണ്. കുഴപ്പമില്ല, സൂപ്പറാണ്. ഇത് ലെമൺ ടീ. അസിഡിറ്റി സ്റ്റൊമക് പ്രോബ്ലം അല്ലേ? ആ, സ്റ്റൊമക് പ്രോബ്ലം നല്ല അത്ര ലെമൺ ടീ കുടിച്ച് നോക്കട്ടെ. വാമിറ്റിംഗ്, ട്രാവലിംഗ് എല്ലാത്തിനും നല്ലതുമില്ല. ഓ, കോൾഡ് ആയിട്ട് കഴിക്കുമ്പോഴും ടേസ്റ്റ് ആയിരിക്കും. ലെമൺ ടീ ഏറ്റവും നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടത് ലെമൺ ടീ ആയിരുന്നു കേട്ടോ. ഇവർ പറയുന്നത് സ്റ്റൊമക് പ്രോബ്ലംസ്, ആസിഡിറ്റി, വോമിറ്റിംഗ് ടെൻഡൻസി, മോഷൻ സിക്നസ്, എല്ലാത്തിനും നല്ലതെന്നാണ് പറയുന്നത്. ലെമൺ ടീ സൂപ്പറാണ്. പിന്നെ നാലാമത്തെ തരം ചായയായിരുന്നു സാധാരണ കട്ടൻ ചായ. നമുക്കറിയാവുന്ന സാധാരണ ബ്ലാക്ക് ടീ ആണത്. ഇതുണ്ട്, ബ്ലാക്ക് ടീ ആണ്. ഇത് ഞാൻ കഴിച്ചോട്ടെ, ടേസ്റ്റ് പറയാം. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, സാധാരണ ബ്ലാക്ക് ടീ അത്രേ ഉള്ളൂ.
ഇപ്പോൾ ബെഞ്ച് മാർക്ക് എന്നുള്ള ഫാക്ടറിയുടെ നമ്മൾ ഔട്ട്ലെറ്റിലേക്ക് പോവുകയാണ്. നമ്മൾ ഔട്ട്ലെറ്റിൽ കയറി കുറച്ച് പ്രോഡക്റ്റ്സൊക്കെ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഈ ഔട്ട്ലെറ്റിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ഞാൻ ചോദിച്ചു മനസ്സിലാക്കാം. മാഡം, എന്തൊക്കെ രീതിയിലുള്ള സ്പെഷ്യാലിറ്റിയാണ് നമുക്ക് ഇവിടെ ഉള്ളത്? ഇവിടെ ചായപ്പൊടി സ്പെഷ്യലാണ്. ഇവിടെ നിറയെ വെറൈറ്റി ഉണ്ട്. ഇവിടെ മസാല ടീ ഉണ്ട്, ഏലക്ക ടീ ഉണ്ട്, ജിഞ്ചർ ടീ ഉണ്ട്, നോർമൽ ടീ ഉണ്ട്. ഇത് ചോക്ലേറ്റ് ടീ ആണ്. ഇത് ഹെർബൽ ടീ ഉണ്ട്, ഗ്രീൻ ടീ ഉണ്ട്. ഇത് ലെമൺ ടീ ആണ്. ഇത് വെള്ളത്തിൽ മാത്രം ഇട്ടാൽ മതി, തിളപ്പിക്കേണ്ട. ചുടുവെള്ളത്തിലിടலாம், ഐസ് വെള്ളത്തിലിടலாம். ഇത് വൈറ്റ് ടീ ആണ് സാർ. ഇത് ടോപ്പ് ബഡ്സ് മാത്രം. ഇത് ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആയിട്ട് இருக்கும், ബ്ലഡ് ക്ലിയർ ആക്കും, ഷുഗർ പ്രോബ്ലം കൺട്രോൾ ആക്കി തരും, വിറ്റമിൻ പ്രോബ്ലംസ്, ഹാർട്ട് പമ്പിംഗ് നന്നായിട്ട് இருக்கும், കിഡ്നി സ്റ്റോൺ റിമൂവ് ആക്കും, ക്യാൻസർ കൂടെ ബെസ്റ്റ് ടീ ആണ് സാർ. ഇത് മസാല ടീയില് 25 വെറൈറ്റി സ്പൈസസ് മിക്സ് ആണ്. ഇത് ഏലക്ക ടീ ആണ്. ഇത് ഹെർബൽ ടീ ആണ്. ഇതിൽ അശ്വഗന്ധ, അതിമധുരം, തുളസി, കാർഡമം, ഡ്രൈ ജിഞ്ചർ മിക്സ് ആണ് സാർ. ഇതിലെല്ലാം കൂടി മിക്സ്. ഇത് ജിഞ്ചർ ടീ ആണ്. ഇത് നോർമൽ ചായ. ഇത് പാലൂറ്റി ഇടണം, കട്ടൻ ചായ ഇടണം. ഇത് നോർമൽ ടീയിലെ ലീഫ് തല. ഇത് ചോക്ലേറ്റ് ടീ ആണ് സാർ. ഇത് ഗ്രീൻ ടീ. പിന്നെ അത്രയും കുറേ വെറൈറ്റി ചായ ഇവിടെ ഉണ്ട്. നിറയെ വെറൈറ്റി ഉണ്ട്. നിറയെ വെറൈറ്റി ചോക്ലേറ്റ് ഉണ്ട്. പിന്നെ ഓക്കെ, നമുക്കിനി ചോക്ലേറ്റിന്റെ എന്തിന്റെ ഓയിൽസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഈ സൈഡിൽ യൂക്കാലിപ്റ്റസ് ഓയിൽസിന്റെ ഒരു കൗണ്ടറാണ്. ഇവിടെ ഈ റാക്ക് നോക്കൂ. ഈ റാക്ക് മുഴുവനും യൂക്കാലിപ്റ്റസ് ഓയിലിന്റെ വിവിധ പല വെറൈറ്റി യൂക്കാലിപ്റ്റസ് ഓയിൽസ് കാണാൻ സാധിക്കും. പിന്നെ ഈ സൈഡിൽ ഗ്രീൻ ടീ, ബ്ലാക്ക് ടീ, ചോക്ലേറ്റ് ടീ അല്ലേ, അങ്ങനെ കുറേ ടീസ് ഈ സൈഡിൽ കാണാൻ പറ്റും. പിന്നെ ഈ കൗണ്ടർ ചോക്ലേറ്റ് കൗണ്ടറാണ്. ഇവിടെ പല രീതിയിലുള്ള ചോക്ലേറ്റ്സ് കാണാൻ പറ്റും. നോക്കിയാൽ അറിയാൻ പറ്റും. പല രീതിയിലുള്ള ചോക്ലേറ്റ്സ് നമുക്കിവിടെ ഈ സൈഡിൽ കാണാൻ പറ്റും. പിന്നെ ഈ സൈഡിൽ എന്താണ്, ഇത് ഹാൻഡ് മെയ്ഡ് ബട്ടർ അലോവേറ സോപ്പ്. ഇത് സോപ്പിൻ്റെയും ബ്യൂട്ടി പ്രോഡക്ട്സിൻ്റെയൊക്കെയും ഒരു കൗണ്ടറാണ്. പിന്നെ ഇവിടെ കോഫി, ഈ സൈഡിൽ കോഫി കൗണ്ടർ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ഇവിടെ ഇതെല്ലാം മേടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ ബില്ലടിക്കാം. ഇത് ബില്ലിംഗ് കൗണ്ടറാണ്. ആ ബില്ലെല്ലാം അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ ഡെലിവറി കൗണ്ടറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെലിവറി എല്ലാം നമ്മൾ കുറച്ച് പ്രോഡക്റ്റ്സ് മേടിച്ച് നമ്മൾ ഡെലിവറി എല്ലാം കഴിഞ്ഞു എടുത്തു. അപ്പോൾ നമുക്ക് ഈ ഫാക്ടറി ഔട്ട്ലെറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എക്സിറ്റ് ആ സൈഡിലാണല്ലേ? എക്സിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവരും താങ്ക്സ് പറയാം. അപ്പോൾ താങ്ക്സ്, സി യു, ബൈ. അപ്പോൾ ഫാക്ടറി ഔട്ട്ലെറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ ബെഞ്ച് മാർക്ക് ടീയുടെ ഔട്ട്ലെറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ഈ വീഡിയോ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും ഈ ബെഞ്ച് മാർക്ക് ടീ ഫാക്ടറിയുടെ കുറച്ച് ഏകദേശം ഒരു ഇൻട്രൊഡക്ഷൻ എനിക്ക് പറഞ്ഞുതരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ വരിക, കൂടുതൽ കാണുക, കൂടുതൽ മനസ്സിലാക്കുക. അപ്പോൾ ബെഞ്ച് മാർക്ക് ടീയുടെ പ്രിമൈസസിൽ നമ്മൾ ഇറങ്ങുകയാണ്. സോ കുന്നൂരിൻ്റെ അടുത്ത സ്പോട്ടിലേക്ക് നമ്മൾ വെച്ച് പിടിക്കുകയാണ്. സ്റ്റേ ട്യൂൺഡ്.